നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 73. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 3 അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 38ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. ശ്ലോകം: സവേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ അമായയാ സന്തതയാനുവൃത്യാ ഭജേത തൽപാദസരോജഗന്ധം. അത് മൂക്കിലേക്ക് ഇങ്ങനെ കയറണം. ഭഗവാന്റെ പൊന്നോമന പാദങ്ങൾ, അതിൽ ഒരു താമരയുടെ സദൃശമായ വാസന വരണമെന്നാണ്. സവേദധാതു പദവീം പരസ്യ ദുരന്തവീര്യസ്യ രഥാംഗപാണേ യോ അമായയാ സന്തതയാനുവൃത്യാ ഭജേത തൽപാദസരോജഗന്ധം. അതിനർത്ഥം പറയുമ്പോൾ, യാതൊരുത്തൻ കപടമില്ലാത്ത ഭാവത്തോടുകൂടിയ ഇടവിടാതുള്ള അനുവർത്തനം കൊണ്ട് ഭഗവാന്റെ പാദപത്മഗന്ധത്തെ ഭജിക്കുമോ അവൻ മായയിൽ നിന്ന് അകന്നവനും സൃഷ്ടാവും അനന്തമായ ശക്തിയുള്ളവനുമായ ചക്രപാണിയുടെ മാർഗത്തെ അറിയുന്നു. ഇപ്പം എന്താ പറഞ്ഞത്? മായയിൽ നിന്ന് രക്ഷപ്പെടാം. ആരാണ് ഭഗവത് പാദാരവിന്ദത്തെ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കണത്, സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നത്? ഈശ്വരീയതയുടെ മാർഗത്തുകൂടെ ചരിക്കുന്നവർക്ക് മായ ബാധകല്ല എന്നർത്ഥമായി. ആർക്കും അറിയുവാൻ കഴിയുകയില്ല, എങ്കിലും ഭക്തൻ പ്രയാസപ്പെട്ട് അറിയും. ഏതൊരുവൻ ലേശവും ഫലകാംക്ഷ കൂടാതെ, അതാണ് ഈ നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം ചെയ്യുന്നവർക്ക് മാത്രമേ മായയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. പ്രാർത്ഥനാനിർഭരിതമായിട്ട് കാര്യസാധ്യതിച്ചിട്ട് ഭഗവാനെ തിരിഞ്ഞു നോക്കാത്ത ആൾക്കാർക്ക് മായ കൂടുകയുള്ളൂ. അപ്പോൾ ഏതൊരുവൻ ലേശവും ഫലകാംക്ഷ കൂടാതെ ഇടപെടാതെയുള്ള സേവ കൊണ്ട് ആ ഭഗവാന്റെ പാദപത്മഗന്ധത്തെ, ഭഗവാന്റെ പാദത്തിൽ നമസ്കരിക്കുമ്പോൾ ആ പാദത്തിൻ്റെ ഗന്ധത്തെ ഉള്ളിലേക്ക് ആക്കാൻ സാധിക്കണം. അതാണ് ഏറ്റവും വലിയ ഡിറ്റർജൻറ്റ്, മനസ്സ് കഴുകിക്കളയാൻ. അപ്പോൾ പാദപത്മഗന്ധത്തെ ഭജിക്കുന്നുവോ ആ ഭക്തൻ അനന്തശക്തനും മായാതീതനും ലോകസൃഷ്ടാവുമായ ശ്രീഹരിയുടെ സ്വരൂപത്തെ അറിയുന്നു എന്നാണ്. ഭഗവാന്റെ രൂപത്തെ അറിയണവർ, ചന്ദനം ചാർത്തിയവർ അറിയണില്ല. ചന്ദനം ചാർത്തിയവർ കമനീയമായിട്ട് ഒരു സൃഷ്ടി നടത്തണമെന്നല്ലാതെ കണ്ട് അവർക്ക് ഭാഗവതം പഠിച്ച് ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടി നിഷ്കാമകർമ്മം ചെയ്ത്, മാത്രമല്ല ഭഗവാൻ നിരാകാരനാണെന്നും അതാത് സമയത്ത് അവതാരത്തെ എടുക്കുന്നത് സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുഷ്ടജനങ്ങളെ ശിക്ഷിക്കാനും ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ മായയെ തരണം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ അറിവ് തന്നെയാണ് മുക്തി. അതായത് ലോകസൃഷ്ടാവായ ശ്രീഹരിയുടെ സ്വരൂപത്തെ അറിയുക. അതെന്താ? ജ്ഞാനം അമൃതം. ജ്ഞാനമാണ് അമൃതം, അറിവാണ് അമൃതം. പറഞ്ഞത് ശ്രദ്ധിക്കണം. അറിവാണ് അമൃതം. അപ്പോൾ പറഞ്ഞു, ആ അറിവ് തന്നെയാണ് മുക്തി. അതിനാൽ ഭക്തൻ മുക്തിക്കർഹനാകുന്നു. ഞാൻ ഈ ലൈറ്റ് ഒന്ന് ഇരട്ടെ. ഞാൻ ഈ നാടൻ വെളിച്ചത്തിൽ കാര്യം കഴിക്കാമെന്ന് വിചാരിച്ചു. അത് പറ്റില്ല, കാരണം കുറേ കൂടി ക്ലാരിറ്റി ഈ നാടൻ ലൈറ്റിനാണ്. അപ്പോൾ ജസ്റ്റ് ഗീവ് മീ സം 2 minutes ഈ സ്വിച്ചുകളൊക്കെ ഒന്ന് ഇടണ കൂട്ടത്തിൽ കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ. അപ്പോൾ അടുത്ത ശ്ലോകം 39. അദേഹധന്യാ ഭഗവന്ത യിത്തം യത് വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രഹ. അദേഹധന്യാ ഭഗവന്ത യിത്തം യത് വാസുദേവേ അഖിലലോകനാഥേ കുർവന്തി സർവാത്മകമാത്മഭാവം നയത്ര ഭൂയ പരിവർത്ത ഉഗ്രാം. അതിനർത്ഥം പറയാം, അതുകൊണ്ട് അതുകൊണ്ട് ഏതുകൊണ്ട് ഭഗവാന്റെ രൂപത്തെ അറിയുന്ന ഭക്തൻ, ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്, പ്രേമസ്വരൂപനാണ്, ചിന്മയാനന്ദനാണ് എന്നറിയുന്ന ഭക്തൻ എന്തു ചെയ്യണു? ഇവിടെയുള്ള ഭഗവാന്മാരായ നിങ്ങൾ, ഇവിടെയുള്ള ഭഗവാന്മാരായ നിങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാ? ഈ ദേവന്മാരും ഋഷീശ്വരന്മാരും ഭാഗവതം കേൾക്കുന്ന ആൾക്കാരെ ധന്യന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സകല ലോകനാഥനായ അഖില ലോകനാഥേ എന്നുള്ളതിന് അർത്ഥം എന്താ പറയുക? സകല ലോകനാഥൻ. അതായത് ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൽ എത്ര രോമകൂപങ്ങളുണ്ടോ അത്രയും മിൽക്കി വേ സൗരയൂഥങ്ങളുണ്ട്. ആ സൗരയൂഥങ്ങളെ എല്ലാം നിയന്ത്രിക്കുന്ന ഭഗവാൻ തന്നെയാണ് അവരവരുടെ ഹൃദയ കമലത്തിൽ ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഈ പ്രമാണം അറിയാതെ കണ്ട് ദശാവതാരം ചന്ദനച്ചാർത്ത് നടത്തിയിട്ടും നടത്തിപ്പിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ധന്യന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ സകല ലോകനാഥനായ വാസുദേവനിൽ ഐകാന്തികമായ, അതായത് സർവാത്മകം ഐകാന്തികമായ മനോവൃത്തിയെ, ആത്മഭാവം എന്ന് പറഞ്ഞാൽ മനോവൃത്തി. അതിൻ്റെ അർത്ഥം നമ്മൾക്ക് പലവർക്കും തെറ്റും. ആത്മാവിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ മനോവൃത്തി കൊണ്ടാണ് ഈശ്വര സായൂജ്യം, ഈശ്വര സാമീപ്യം കിട്ടുന്നതും. ഈ ആത്മഭാവം മനോവൃത്തി കൊണ്ടാണ് പുനരഭിജനനം കിട്ടുന്നതും. അപ്പോൾ ഏതിനെ ഉൾക്കൊള്ളണം എന്നുള്ളൊരു ധാരണ നമ്മൾക്ക് വേണം, വേണ്ടേ? അതിനാണ് അറിവ്. അപ്പോൾ ഇപ്രകാരം മനോവൃത്തിയെ ചെയ്യുന്നു. യാതൊന്നിൽ രണ്ടാമത് ഘോരമായ പരിവർത്തനം ചുറ്റിത്തിരിയൽ ഭവിക്കുന്നില്ല. അതായത് ഇവിടെ പരിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റിത്തിരിയല്ല. ഒരു കുറ്റിയിൽ ഒരു പശുവിനെ കെട്ടി പുല്ല് മേയാൻ. അപ്പോൾ അത് കെട്ടിയിട്ടുള്ളത് റെയിൽവേ ലൈനിനാണെന്ന് വിചാരിക്കുക. അപ്പോൾ കുറ്റി അടിക്കണ ആൾ എന്ത് വേണം? പയ്യെ കണഞ്ഞ് ശ്രമിച്ചാലും റെയിൽവേ ട്രാക്കിൽ കയറാൻ പറ്റാത്ത ദൂരത്തെ കുറ്റിയടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ കുറ്റിയുടെ സർക്കംഫറൻസിൽ പശുവിന് പുല്ല് തന്നെ. കഷ്ടകാലത്തിന് അത് അറിയാണ്ട് കുറ്റി അടിച്ചത് വെച്ചാൽ പുല്ല് തിന്നുന്ന വ്യാജേന റെയിൽവേ ലൈനിൻ്റെ മുകളിലാണ് പശു നിൽക്കണം വിചാരിച്ചാൽ പശു മരിക്കും ട്രെയിൻ വരുമ്പോൾ. ഇതൊക്കെ സാമാന്യ ബുദ്ധിയാണ്. അതാണ് പരിവർത്തനം. ചുറ്റിത്തീരിയൽ ഭവിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ചുറ്റിത്തീരണം എന്താ? പുനരഭിജനനം, പുനരഭിമരണം. നീ എന്നെ 7 ജന്മം ഭാര്യ ആവണമെന്ന് പറഞ്ഞാൽ എന്താ അതിൽ അർത്ഥമുണ്ടോ? എന്താ ഈ ഭാര്യ എന്നുള്ള സംജ്ഞയുടെ പേര്? ഭാര്യനെ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണോ പുരുഷൻ വിവാഹം ചെയ്യണത്, അതോ അവൻ്റെ മമത കൊണ്ടാണോ? ഉത്തരം നിങ്ങൾ പറയണം. സ്ത്രീ തൻ്റെ തല മാല ഇടാൻ കാണിച്ചു കൊടുക്കുന്നത് പുരുഷനെ സേവിക്കാനാണോ, അവരവരുടെ മമതയ്ക്ക് വേണ്ടിയിട്ടാണോ, അവരവരുടെ ജീവിത സന്ധാരണം പാക്കേജ് നോക്കിയിട്ടാണോ അല്ലയോ എന്ന് നിങ്ങൾ ഉത്തരം പറയണം. എന്നിട്ട് ഭാഗവതം പഠിച്ചാൽ മതി. അപ്പോൾ എന്ത് വന്നാലും ഞങ്ങൾ രണ്ടാളും കൂടി ജീവിത സന്ധാരണം ചെയ്യും, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഹരേരാമം ജപിക്കും, രണ്ടാളും കൂടിയിട്ട് നാരായണ ജപിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കല്യാണം നടക്കുമോ ഇന്നത്തെ കാലത്ത്? സോ ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പറയണോ, എൻ്റെ ഭാവാർത്ഥം പറയാം. ഭക്തിമാർഗത്തിൽ പരിശ്രമിക്കുന്ന
ശൗനകാദി ഋഷികളെ നോക്കൂ, ഭക്തിമാർഗത്തിൽ പരിശ്രമിക്കുന്ന, ആ വാക്ക് ശ്രദ്ധിക്കണം, പരിശ്രമിക്കുകയാണ് അവർ മുക്തി കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് സത്രങ്ങളിൽ കൂടെ മുക്തി കിട്ടില്ല. 1000 വർഷം നീണ്ടു നിൽക്കുന്ന ശൗനകാദികളുടെ സത്രത്തിൽ ശരീരം മെലിഞ്ഞു, ശരീരം കറുത്തു എന്നല്ലാതെ കണ്ട് സൂതനെ ഡിപ്പെൻഡ് ചെയ്യണത് 7 ദിവസം കൊണ്ട് ശ്രീഹരിയുടെ മാഹാത്മ്യം മനസ്സിലാക്കി തരാനാണ് പറയുന്നത്. അപ്പോൾ ഒരു സപ്താഹം നടന്നാൽ ഏതെങ്കിലും ഒരു 10 ആൾ ഭാഗവതം അർത്ഥസഹിതം വായിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ആ സപ്താഹത്തിന് നിങ്ങൾ എത്ര ലക്ഷം രൂപ ചിലവാക്കിയോ ഇറ്റ് ഗോസ് ഓൺ വേസ്റ്റ്. കാരണം അത് നോക്കൂ, ആൾക്കാരുടെ പരിവർത്തനം ഭാഗവതത്തിലേക്ക് അടുപ്പിക്കണില്ലെങ്കിൽ എന്താ, ഇക്കൊല്ലം വിളിച്ച ആളെ വേണ്ട, അടുത്ത കൊല്ലം ഇന്ന സ്ഥലത്ത് കുറേ ചിറിപ്പിച്ചു അയാളെന്നാ. അയാൾ കഥ പറഞ്ഞോ, നമ്മൾക്ക് പ്രേരണ കിട്ടിയോന്നല്ല. എൻ്റെ ഗുരുനാഥൻ സ്പഷ്ടമായിട്ട് പറയണ്ടായി, ഒരു സപ്താഹം കഴിഞ്ഞാൽ ഒരാളെ എങ്കിലും എൻ്റെ ചിന്താഗതികൾ കൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തൻ്റെ പ്രയത്നം വേസ്റ്റാണെന്ന് പറയണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഓരോ എപ്പിസോഡ് പറയുമ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്, ആരെങ്കിലും ഒരാൾ ഇത് തൃപ്തിയായി എന്ന് എഴുതി കാണിച്ചാൽ എനിക്ക് എൻ്റെ ഗുരുനാഥന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അല്ല ഇയാളുടെ മാർഗം ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല. നമ്മൾ പലവരും നേരിട്ട് കാണാത്ത ആൾക്കാരാണ്. എന്നാലും എൻ്റെ ഉദ്ദേശശുദ്ധി എന്താണ്, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതാനും കുറച്ച് ആൾക്കാരെ നിങ്ങൾ എൻഡ്യൂസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ ഒരു ത്വരിത ഉണ്ടാക്കിയില്ല എന്ന് വിചാരിക്കുക, അവിടെ നമ്മൾക്കൊരു മാർക്ക് കമ്മിയാവും. എന്താ മാർക്ക് കമ്മിയാവെന്ന് പറയാൻ കാരണം, ഇത് ഒരു ജീവവായുവാണ്. ഭാഗവതം ജീവവായുവാണ്. അപ്പോൾ ഈ ജീവവായു ശരീരത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നമ്മളിത് പഠിക്കണം. എന്നാലേ നമ്മൾക്ക് പുനരഭിജനനം നടക്കാതെ കൊണ്ട് വരുള്ളൂ. അപ്പോൾ ഇവിടെ പറയണു അപ്പോൾ പറഞ്ഞു ഭക്തൻ തന്നെ ഭഗവത് തത്വത്തെ നന്നായി അറിയുകയുള്ളവെന്ന കാരണത്താൽ സർവജ്ഞന്മാരായി നിങ്ങൾ പരമഭാഗ്യവന്മാരായി തീർന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സകല ലോകനാഥനായ ശ്രീ വാസുദേവനിൽ തന്നെ ഐകാന്തികമായ ഏകപക്ഷീയമായ മനോഭാവത്തെ ഈ വിധം ഭഗവത് വിഷയമായ പ്രശ്നാദികൾ കൊണ്ട് ചോദ്യോത്തരം വേണം. ചോദ്യോത്തരം ഉണ്ടാകുമ്പോഴാണ് വക്താവിന് പറയുന്ന ആൾക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ പ്രശ്നാദികൾ കൊണ്ട് നിങ്ങൾ ഉറപ്പിക്കുന്നുവല്ലോ. ആ വിധം ഭക്തി ഉറച്ചാൽ പിന്നെ അതിഘോരമായിരിക്കുന്ന ഗർഭവാസ ക്ലേശം, ഈ പുനരഭിജനനത്തിന് ഗർഭവാസ ക്ലേശം അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ജനനം യൂട്യൂബിലുള്ള ജനനം, മരണം എന്നിങ്ങനെയുള്ള ആവർത്തനം അനുഭവിക്കേണ്ടതായി വരുന്നില്ല. ഒരു 4-5 വയസ്സ് വരെ അവരവരുടെ ജസ്റ്റ് നീഡ്സ് പറയാൻ പറ്റാതെ കണ്ട് മലന്ന് കിടന്നിട്ട് മലമൂത്രത്തിൽ പൊതിഞ്ഞ് കിടക്കുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലേ ഇപ്പോഴത്തെ ആൾക്കാർ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. എന്താ, മലമൂത്രം ഫ്രീ ആയിട്ട് ചെയ്യാം, അത് കഴിഞ്ഞാൽ നമുക്കങ്ങനെ മാറിക്കിടക്കാം. ഇന്നത്തെ ആൾക്കാർക്ക് പറ്റില്ല. പഠിപ്പുണ്ട് എന്ന് വിചാരിച്ച് കൊണ്ടിരിക്കുന്ന യുവതലമുറയുള്ള സ്ത്രീകൾ മലമൂത്രത്തിൽ ബന്ധിച്ചിട്ട് ആണ് കുട്ടികളെ കടത്തുന്നത്. അതാണ് അവരുടെ അപ്പിടുന്ന മൂലം വളരെ ഡെലിക്കേറ്റാണ്. അതുകൂടെ 12 മണിക്കൂർ 20 മണിക്കൂറൊക്കെ അനുഭവിക്കുന്ന ഇപ്പോൾ ഒരു ദിവസം എന്താണെന്ന് പറയുക, ഒരു പാഡ് മാറ്റി വിചാരിക്കുക. ആ പാഡ് മാറ്റിയാൽ അടുത്ത പാഡ് മാറ്റുന്നത് വരെ ഈ കുട്ടി മൂത്രത്തിലും അപ്പിയിലാണ് ഇരിക്കുന്നത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയുമോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ഓട്ടിസവും ബുദ്ധിയില്ലായ്മയും രജോ ഗുണവും തമോ ഗുണം വളരുന്നതിൽ സാഹചര്യങ്ങൾക്കൊരു എന്താണെന്നാ പറയുക, സാഹചര്യങ്ങൾക്കൊരു പങ്കില്ലേ? അപ്പോൾ അവർ ഫ്രീ ആയിട്ട് അല്ലേ അപ്പോൾ മലമൂത്ര വിസർജനം ചെയ്ത് തുടച്ച് വൃത്തിയാക്കാനും വേറെ തുണിയിടാനും സാധിക്കില്ല എന്ന് പറഞ്ഞാൽ കയ്യിലെ കാശും കൊടുത്ത് ഈ കടിക്കണ കറക്കണ ആടിനെ കൊടുത്ത് കടിക്കണ നായയെ വാങ്ങിയ കൂട്ടത്തിലല്ലേ നമ്മുടെ സ്വഭാവം?
എന്തോ ആയിക്കോട്ടെ. അപ്പോൾ സർവസന്താപങ്ങളെയും ഒന്നായി സംഹരിക്കുന്ന ഭക്തി, അതാണ് നമുക്ക് ഇല്ലാണ്ടാവണത്. സർവ പാപങ്ങളെയും ഒറ്റയടിക്ക് സംഹരിക്കും ഭക്തി. ഭക്തി ഇപ്പം നാളെ അഷ്ടമിരോഹിണിയാണ്. അഷ്ടമിരോഹിണിയുടെ പ്രാധാന്യം എന്താ? ഭാഗവതത്തിൽ ഭഗവാനെ പറ്റി എന്തറിഞ്ഞു, എന്ത് പറഞ്ഞു എന്നറിയാൻ സാധിക്കാണ്ട്, ഭാഗവതം വാങ്ങി വായിക്കാണ്ട്, സ്വന്തം കുട്ടികളെ പെയിൻ്റ് അടിച്ച് 2-2.5 മണിക്കൂർ നടത്തിച്ചത് കൊണ്ട് അഷ്ടമിരോഹിണിയായോ? അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ അഷ്ടമിരോഹിണിക്ക് ഇപ്പം നാളെ ഉച്ചാമ്പളിക്കുള്ളത് ഇന്ന് തന്നെ ചിലവർ കഷ്ണം നുറുക്കാൻ മാതൃസമിതി ആയിരുന്നെന്നാണ് പറയണത്. അതല്ല, അന്നന്നത്തെ ആഹാരത്തിന് അന്നന്ന് 12 മണിക്ക് ശേഷം തുടങ്ങാൻ പാടുള്ളൂ. 11:55 തുടങ്ങാൻ പാടില്ല. കാരണം അപ്പോൾ ഇന്നലത്തെ പിന്നെ അതായത് ഒരു യാമത്തിൻ്റെ ഉള്ളിൽ ആഹാരം കഴിക്കണം എന്നാണ്. അത് ഉണ്ടാക്കാൻ ത്രാണിയുള്ളവരെ വിളിക്കണം, അത്രയും ആൾക്കാരൊപ്പം സഹകരിക്കണം. കാലത്ത് ഗണപതി ഹോമം കഴിഞ്ഞതിന് ശേഷമേ ഉച്ചയ്ക്കുള്ള ആഹാരത്തിന് പിന്നെ അടുപ്പ് പൂട്ടാൻ പാടുള്ളൂ. ഗണപതി ഹോമം കഴിയുന്നതിൻ്റെ മുമ്പേ ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. എന്തറിഞ്ഞിട്ട് ആണ് നമ്മൾ പലതും ചെയ്യണത്? അപ്പോൾ സർവസന്താപങ്ങളെയും ഒന്നായി സംഹരിക്കുന്ന ഭക്തി ജനിക്കുവാൻ കാരണമായ ഭഗവത് കഥാശ്രവണേച്ഛയുണ്ടായതിനാൽ നിങ്ങൾ ധന്യന്മാർ തന്നെ. ഇപ്പോൾ നാളെ എനിക്ക് ദേശമംഗലത്ത് നിന്ന് കുറച്ച് പുഴയുടെ അവിടേക്ക് വരണം. അവിടെ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെ ഒരു 2-3 കൂട്ടക്കാരെ പ്രൊസഷനായിട്ട് വരും. ഒരു 4-5 കൊല്ലം മുമ്പ് ഞാനവിടെ പ്രഭാഷണത്തിന് എന്നെ വിളിച്ച് 20 മിനിറ്റാണ് സംസാരിച്ചത്. ഇപ്പം നാളേക്കും വിളിച്ചിട്ടുണ്ട്. ഞാൻ പോവും. കാരണം എന്താ വെച്ചിട്ടുണ്ടോ, അവർക്ക് തൃപ്തിയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നാരായണ നാരായണ ജപിച്ചിരിക്കണം. എനിക്ക് ആ ഒരു അന്തരീക്ഷത്തിൽ 4 ശബ്ദമെങ്കിലും 4 നാരായണ പറയാൻ പറ്റുമല്ലോ, അത് മതി. അത് ഭഗവാന്റെ ഒരു കളിയാണത്. പരമശയിലെ 28 കിലോമീറ്റർ പോകണം തോന്നുന്നു കൂടുന്നു. അതെ. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, സർവസന്താപങ്ങളെയും ഒന്നായി സംഹരിക്കുന്ന ഭക്തി ജനിക്കുവാൻ കാരണമായ ഭഗവത് കഥാശ്രവണേച്ഛയുണ്ടായതിനാൽ നിങ്ങൾ ധന്യന്മാരെന്നെ. അല്ലാണ്ട് 3 നേരം 10,000 റുപ്യ ഞാൻ അന്നദാനത്തിന് കൊടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള 5-6 ആൾക്ക് കഴിക്കാനുള്ള, അതായത് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവരുണ്ടാവും. അവർക്കുള്ള ഇഡ്ഡലി, സാമ്പാർ, ചട്നിയൊക്കെ അവിടുന്ന് വാങ്ങിക്കൊണ്ടുവരിക. അതുകൊണ്ട് ഭക്തിയായില്ല. പരമശയിലെ അടുത്ത ശ്ലോകം 40. ഇതം ഭാഗവതം നാമം പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഉത്തമശ്ലോകചരിതം ചകാര ഭഗവാൻ ഋഷി. അപ്പോൾ ദേവതുല്യനും ഉത്തമ ശ്ലോകൻ്റെ ചരിത്രം അടങ്ങിയതും ഭാഗവതം എന്ന പേരോടുകൂടിയതുമായ ഈ പുരാണത്തെ സർവജ്ഞനായ വ്യാസ മഹർഷി ഉണ്ടാക്കി. ശ്രദ്ധിക്കണം, ഉണ്ടാക്കി. വേദത്തോട് സദൃശവും ഭഗവാന്റെ അവതാരചരിതം അടങ്ങിയതും ഭാഗവതം എന്ന പേരോടുകൂടിയതുമായ ഈ പുരാണത്തെ സർവജ്ഞനായ വ്യാസ മഹർഷി ഉണ്ടാക്കി. ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ട്, നത്തിങ് എൽസ്. അല്ലാണ്ട് ഇല്ലാത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭഗവാനെ ഉപാസിക്കരുത്. അതാണ് നിഷ്കാമകർമ്മം എന്നുള്ളത് നമ്മൾ മറക്കുകയാണ്. പ്രൊഫഷണൽ ആചാര്യന്മാർ ഇതങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ ആൾക്കാർ നന്നാവും. ഇപ്പോൾ അവർക്ക് ആൾക്കാരെ തെറ്റ് ചെയ്യുന്ന രീതിയിൽ അവരെ ഉദ്ബോധിപ്പിച്ചാൽ അവരനുഭവിക്കുന്ന പാപത്തിൻ്റെ പങ്ക് ഈ പറയുന്ന ആചാര്യന്മാർക്കുണ്ട്. കാരണം ഇന്ന ആചാര്യൻ പറഞ്ഞു, അങ്ങനെയാണല്ലോ. എന്നോട് ചിലവർ താൻ എന്തിനാ ആചാര്യന്മാരെ കുറ്റം പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. ഞാൻ രാമകൃഷ്ണ ഗോവിന്ദ ഒരിക്കലും കുറ്റം പറയണം വിചാരിച്ചിട്ടല്ല ഇരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഇവിടെ പറയുന്ന ഈ സകാമം എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലാത്തതാണെന്ന് എത്ര ആൾക്കറിയാം. കാമത്തോട് കൂടിയിട്ടുള്ളൊരു പൂജ നോക്കൂ. രാമായണമാണ് അതിന് എന്താ പറയുക,
ഉദാഹരണം, ദശരഥ രാജാവ് പുത്രനെ ഉദ്ദേശിച്ച് ചെയ്ത യാഗമാണ് പുത്രകാമേഷ്ടി. എന്നിട്ട് ദശരഥ മഹാരാജാവിന് പുത്രന്മാരെ കൊണ്ട് ഉപകാരം ഉണ്ടായോ മരിക്കണ സമയത്ത്? ഉണ്ടായിട്ടില്ല. പിന്നെ ബാക്കിയുള്ള കഥകളൊക്കെ എന്താ? മര്യാദാപുരുഷോത്തമനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയെ സേവിച്ചാൽ ദുഃഖങ്ങളെ പമ്പ കടത്താം. പക്ഷെ നമ്മൾ ദുഃഖങ്ങൾ പമ്പ കടത്താൻ ഈ കർക്കിടക മാസം 32 ദിവസം മതിയോ? ബാക്കി 11 മാസം ദുഃഖം ഉണ്ടായാൽ എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത ശ്ലോകം ഞാൻ വായിക്കാം, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. 41. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത് തത് ഇദം ഗ്രാഹയാമാസാസൂതം ആത്മവതാം വരം. നിശ്രേയസായ ലോകസ്യ ധന്യം സ്വസ്ത്യയനം മഹത് തത് ഇദം ഗ്രാഹയാമാസാസൂതം ആത്മവതാം വരം. എന്താണ് അർത്ഥം? ശ്രേഷ്ഠവും മാഹാത്മ്യമേറിയതും മംഗളസ്ഥാനവുമായ ഈ ഭാഗവതത്തെ ലോകത്തിൻ്റെ മോക്ഷത്തിനായിക്കൊണ്ട്, ലോകത്തിന് മോക്ഷം കിട്ടുന്ന പറഞ്ഞതേ, ആത്മാവിനെ അറിഞ്ഞവരിൽ വെച്ച്, ആത്മാവിനെ അറിയണം. എന്താ ആത്മാവെന്ന് പറഞ്ഞാൽ? എന്താ ആത്മാവെന്ന് പറഞ്ഞാൽ? ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ, എൻ്റെ ഹൃദയപത്മത്തിൽ ഉള്ള ചൈതന്യം. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ ക്യൂ നിൽക്കണതിന് എന്തിനാണെന്ന് എനിക്കറിയാത്തതേ. അപ്പോൾ ലോകത്തിൻ്റെ മോക്ഷത്തിനായകൊണ്ട് ആത്മാവിനെ അറിഞ്ഞവർ എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ല. ശ്രേഷ്ഠനായ പുത്രനെ, അതായത് ശുഗനെ ഗ്രഹിപ്പിച്ചു. ആരെ? വ്യാസര് താൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഭാഗവതത്തിനെ തൻ്റെ മകനായ ശുഗനെ ഗ്രഹിപ്പിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. സകല ഭാഗ്യത്തെയും ജനിപ്പിക്കുവാൻ തക്ക മാഹാത്മ്യമേറിയത്, അതാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഈ ഭാഗവതം എന്നുള്ളത് സകല ഭാഗ്യത്തെയും ജനിപ്പിക്കുവാൻ തക്ക മാഹാത്മ്യം ഏറിയതും സകല മംഗളങ്ങളുടെ ഇരിപ്പിടവുമായ ഈ ഭാഗവത പുരാണത്തെ ലോകത്തിലുള്ള മുമുക്ഷുക്കളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. ആരനെ? മുമുക്ഷുക്കളെ. അപ്പോൾ ഈ ക്യൂവിൽ നിൽക്കുന്ന ഒരു മുമുക്ഷുക്കളാണോ? ഭാഗവതം അവർക്ക് മനസ്സിലായോ? ഭാഗവതം അറിയാണ്ട് എങ്ങനെ മുമുക്ഷുവാവുക? പൊന്നും കട്ടയ്ക്കും മണ്ണും കട്ടയ്ക്കും എന്താ വ്യത്യാസം? വ്യത്യാസം തോന്നാൻ പാടില്ല. രണ്ടിനോടും ആർത്തി ഉണ്ടാവരുത്. മണ്ണ് കുറച്ച് സ്ഥലം ഉണ്ടായാൽ തർക്കമില്ല എന്ന് ആഗ്രഹിക്കരുത്. നല്ല സത്കർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ ഭൂമി ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഭൂമി ദാനം ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പോരായ്മയാണ് ഭൂമി വാങ്ങാൻ സാധിക്കണില്ല എന്നുള്ളത്. നമ്മുടെ ഭൂമി മറ്റുള്ളവർ തട്ടിയെടുത്തു, എത്രയോ കേസും കൂട്ടങ്ങളുണ്ട് അങ്ങനെ. അതിന് കാരണം നമ്മൾ അന്യരുടെ ഭൂമി തട്ടിയെടുത്തിട്ടുണ്ട്. പ്രൊഫസയോ? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ റിയാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യില്ല, ചുരുക്കി പറഞ്ഞാൽ. പക്ഷേ ഈ ഭാഗവതം എപ്പോൾ പഠിക്കണം? പരീക്ഷയുടെ തലേദിവസം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ കുട്ടികളുടെ മാനസികാവസ്ഥ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗൈഡ് സമ്പ്രദായം ഉണ്ടായത്. എന്താ ഗൈഡ് സമ്പ്രദായം? ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, ഗൈഡ്. അപ്പോൾ മാഷന്മാർക്ക് യാതൊരു ജോലിയുമില്ല, അവർക്ക് യൂണിയൻ ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് നടക്കാം. പഠിപ്പിക്കണ പ്രശ്നമേ വരുന്നില്ല, ഗൈഡ് പഠിക്കണ പ്രശ്നമുണ്ടോ? ഈ ഗൈഡ് വെച്ചിട്ട് പിന്നെ വിരലുമ്പോൾ എല്ലാം ക്യുസ്സാവും. 1 2 3 4 ABCD. അപ്പോൾ എല്ലാറ്റിനും 100 ചോദ്യമുണ്ട്, 100 മാർക്കാണ് വിചാരിക്കുക. എല്ലാറ്റിനും ഒരു പേരിൽ തന്നെ പിടിച്ച് എഴുതി വിചാരിക്കുക. എല്ലാറ്റിലും AB എന്ന് എഴുതി വിചാരിക്കുക. അവൻ ചിലപ്പോൾ പാസ്സാവും. കാരണം പാസ് മാർക്ക് 35 മതി. പറഞ്ഞില്ലേ? അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനത്തെ പഠിക്കാത്ത ആൾക്കാർ പാസ്സായാൽ അവർ വിവാഹം ചെയ്താൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അഭിപ്രായത്തിൻ്റെ ഒപ്പം പോകാൻ സാധിക്കില്ല അവർക്ക്. അപ്പോൾ ഡൈവോഴ്സായി. പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക്, ടെക്സ്റ്റ് ബുക്ക് പഠിച്ച് പാസ്സായിട്ടുള്ളവർക്ക് ഭാഗ്യം തുണയ്ക്കും.
എന്താ ഭാര്യ പറഞ്ഞത് കേൾക്കാൻ ഭർത്താവും, ഭർത്താവ് പറഞ്ഞത് കേൾക്കാൻ ഭാര്യയ്ക്കും ശാന്തിയും സമാധാനം ഉണ്ടാവാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യും. ഇപ്പോൾ തന്നേക്കാൾ പാക്കേജ് എനിക്കാണ്, ഞാൻ വരുമ്പോഴേക്കും പാത്രം മോറിയില്ലെങ്കിൽ അങ്ങനെ തുടങ്ങിയാൽ ഒരു കാര്യമില്ല. എന്നാൽ വേണ്ട, നമ്മൾ രണ്ടാളും പാത്രം മോറണ്ട. പിന്നെ മൂന്നാമത്തെ ആൾട്ടർനേറ്റീവ് ഒക്കെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാം. ഓ ആയിക്കോട്ടെ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട കാശ് കൊടുത്തിട്ടില്ലെങ്കിലും നമുക്ക് ഹോട്ടലിൽ ആഹാരം കഴിക്കാം. ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് നിങ്ങൾക്ക് മനപ്രയാസം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ അതിന് ആളല്ല. ഞാനൊരു സാധാരണ കാര്യം പറഞ്ഞെന്ന് മാത്രം. പറഞ്ഞോ? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? സകല ഭാഗ്യത്തെയും ജനിപ്പിക്കുവാൻ തക്ക മാഹാത്മ്യമേറിയതും സകല മംഗളങ്ങളുടെ ഇരിപ്പിടവുമായ ഈ ഭാഗവത പുരാണത്തെ ലോകത്തിലുള്ള മുമുക്ഷുക്കളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആത്മജ്ഞാനികളിൽ വെച്ച ശ്രേഷ്ഠൻ. അപ്പോൾ ഈ പറയുന്ന ആൾ ആത്മജ്ഞാനി ആണോ ഇല്ലേ എന്ന് ആർക്കറിയാം? എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാശ് കൊടുത്ത് വിളിക്കുന്നുണ്ടല്ലോ ആൾക്കാരെ. ആത്മജ്ഞാനികളിൽ വെച്ച് ശ്രേഷ്ഠനും സ്വപുത്രനുമായ ശുഖബ്രഹ്മർഷിയെ ഗ്രഹിപ്പിച്ചു എന്ന് പറഞ്ഞുവല്ലോ. എന്നിട്ടാണ് അടുത്ത ശ്ലോകം. സർവവേദേതിഹാസാനാം സാരം സാരം സമുദ്രതം സതു സംശ്രയാ വയാമാസാ മഹാരാജം പരീക്ഷിതം. സർവവേദ ഇതിഹാസാനാം സാരം സാരം സമുദ്രതം സതു സംശ്രവായാമാസ മഹാരാജം പരീക്ഷിതം. എന്താണ് ഈ ഭാഗവതം? ഭാഗവതം എന്ന് പറഞ്ഞാൽ സർവവേദ ഇതിഹാസാനം, 4 വേദങ്ങളുടെയും 2 ഇതിഹാസങ്ങളുടെയും അർത്ഥം ഇതിലുണ്ട്. പക്ഷേ നമ്മൾ വായിച്ചിട്ടില്ല. നമ്മളെ വായിപ്പിക്കാൻ ആരും പ്രേരിപ്പിക്കണമില്ല. ഈ ഓം നമോ ഭഗവതേ വാസുദേവായ അതിനർത്ഥം അറിയാണ്ട് അതന്നെ ജപിച്ചിട്ട് എന്താ കാര്യം? ഓം നമോ നാരായണായ അർത്ഥം അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇപ്പോൾ ചിലവരുണ്ട്, ഞാൻ ഇന്ന ആളുടെ പ്രഭാഷണം മാത്രമേ കേൾക്കുള്ളൂ. ഓ ശരി, സന്തോഷമായി. എൻ്റെ കേൾക്കണമെന്ന് ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ ഈ ഭാഗവതത്തിനോടല്ല, ആര് പറഞ്ഞതേ കേൾക്കൂ. അതാണ് പാർട്ടിസാൻ സ്പിരിറ്റ് എന്ന് പറയും. ഭാഗവതം 10 ആൾ പറഞ്ഞ് കേൾക്കണം, അപ്പോഴല്ലേ ഭാഗവതം എന്താണെന്നുള്ളത് അറിയുള്ളൂ. അല്ലെങ്കിൽ ഭാഗവതം കണിശമായി ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെവർക്ക് പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ സർവങ്ങളായ വേദങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയുടെ ഏറ്റവും സാരത്തെ പിന്നെയും വീണ്ടും പറയാം, സമുദ്ധരിച്ചതായ ആ ശുഖബ്രഹ്മവർഷി ആകട്ടെ മഹാരാജാവായ പരീക്ഷത്തിനെ വേണ്ട പോലെ ശ്രവിപ്പിച്ചു. എന്താ വേണ്ട പോലെ? യഥാവിധി, വേണ്ട പോലെ. അപ്പോൾ എനിക്ക് പലതും പറയാനറിയാം, ഞാനത് പറഞ്ഞിട്ടില്ലെങ്കിലത്തെ സ്ഥിതി എന്താ? എനിക്കിപ്പോൾ ഇതെല്ലാം എന്തൊക്കെ ഉണ്ടെന്ന് പുസ്തകം ഉള്ളവർക്കല്ലേ അറിയുള്ളൂ. എത്ര ആൾ പുസ്തകമുള്ളവരുണ്ട്? അപ്പം എനിക്ക് ഭഗവാനോടൊരു കടമയും കടപ്പാടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആത്മാവിനോട് എനിക്കൊരു കടമയും കടപ്പാടുണ്ട്. ഞാൻ ദി ബ്ലെസ്ഡ് വൺ എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവർക്ക് ബ്ലെസ്സിങ് ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഞാൻ പെരുമാറണം. ഇല്ലെങ്കിൽ ഞാൻ ഈ ബ്ലെസ്ഡ് വൺ എന്ന് പറഞ്ഞത് വെറും പേപ്പറിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ വേണ്ട പോലെ ശ്രവിപ്പിച്ചു. ആ ശുഗമുനിയാകട്ടെ സർവവേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാരം മുഴുവനും സമുദ്ധരിച്ചുണ്ടാക്കിയ ഈ ഭാഗവത പുരാണത്തെ മഹാരാജാവായ പരീക്ഷത്തിനെ യഥാവിധി കേൾപ്പിച്ചു. അപ്പോൾ വ്യാസരെന്ത് പഠിപ്പിച്ചു ശുഖബ്രഹ്മർഷിയെ, അത് ശുഖബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ വ്യാസരെ പഠിപ്പിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ആരെ? സൂതൻ. ആ സൂതനോടാണ് സൗനകാദി ഋഷീശ്വരന്മാർ സംശയ നിവാരണം ചെയ്യുന്നത്. ഇനി 43 44 2 ശ്ലോകം ഒന്നായിട്ട് പോകും. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭി തത്ര കീർത്തയതോ വിപ്രർഷേർഭൂരി തേജസാം. പ്രായോപവിഷ്ടം ഗംഗായാം പരീതം പരമർഷിഭി തത്ര കീർത്തയതോ വിപ്രർഷേർഭൂരി തേജസ.
അഹം ച അധ്യഗമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാത് സ അഹം വ ശ്രാവയിഷ്യാമി യഥാധീതം യഥാമധീ. അഹം ച ആദ്യഗമം തത്ര നിവിഷ്ടസ്തദനുഗ്രഹാത് സ അഹം സോഹം എന്നാണ് വാക്ക്. സ അഹം വ ശ്രാവയിഷ്യാമി ശ്രാവയിഷ്യാമി യഥാ അധീതം യഥാമതി. അതിൽ രണ്ടും കൂടിയിട്ട് അർത്ഥം പറയുന്നുണ്ട്. ഉത്കൃഷ്ടന്മാരായ ഋഷികളാൽ, ശ്രേഷ്ഠന്മാരായ ഋഷികളാൽ ചൂഴപ്പെട്ടവനും. ആരെ ചൂഴപ്പെടുന്നത്? ശുകബ്രഹ്മർഷി അല്ലെങ്കിൽ സൂതൻ. അപ്പോൾ ഉത്കൃഷ്ടന്മാരായ ഋഷികളാൽ ചൂഴപ്പെട്ടവനും ഗംഗാതീരത്തിൽ പ്രായോപവേശം ചെയ്തവനുമായ ഹേ ബ്രാഹ്മണരെ, അവിടെ കീർത്തിക്കുന്നവനും അധികരിച്ച തേജസ്സോടുകൂടിയവനുമായ ബ്രാഹ്മണർഷിയിൽ നിന്ന്, അതായത് ബ്രാഹ്മണന്മാരിൽ ഋഷി, ദേവന്മാരിൽ ഋഷി, ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. ഇവിടെ ബ്രാഹ്മണർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശുഖബ്രഹ്മർഷി, ദേവർഷി എന്ന് പറഞ്ഞാൽ നാരദർ. നേരെ മറിച്ച് പരീക്ഷത്താര രാജർഷിയാണ്, രാജന്മാരിൽ ഋഷിയാണ്. ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. ഭൂസുരേന്ദ്രന്മാർ എന്ന് പറഞ്ഞാൽ ആരാ? ഭൂമിയിലുള്ള ബ്രാഹ്മണർ, ബഹുമാനിക്കണവരാണ്, ബ്രാഹ്മണ്യമുള്ളവർ. നാരായണ ഗുരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ്യം ഉണ്ടെന്ന് അർത്ഥം. ദേഷ്യപ്പെട്ടത് അങ്ങനെയുണ്ട്. ചട്ടമ്പി സ്വാമികൾ, രമണ മഹർഷി, ശങ്കരാചാര്യർ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? തദനുഗ്രഹാത്. അപ്പോൾ ബ്രാഹ്മണ ഋഷിയിൽ നിന്ന് ആ ഋഷിയുടെ അനുഗ്രഹം നിമിത്തം അവിടെ നിവേശിച്ചവനായ ഞാനും സൂതനെ പഠിച്ചു. ആ ഞാൻ പഠിച്ചതിനെ അനുസരിച്ചും ബുദ്ധിയെ അനുസരിച്ചും നിങ്ങളെ ശ്രവിപ്പിക്കുന്നേൻ. അപ്പോൾ സൂതർ പറയാണ്, സൂതരാണ് സൂതര് ശൗനകാദികളോട് പറയാണ്, പരീക്ഷിത്ത് മഹാരാജാവിന് എപ്പോൾ എവിടെ വെച്ച് ഉപദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സൂതൻ തൻ്റെ ഗുരുപാരമ്പര്യത്തെ പ്രസ്താവിക്കുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഗംഗാതീരത്തിൽ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ പാനീയങ്ങളില്ലാതെ കൊണ്ട് ജീവനെ കളയാം. അപ്പോൾ പ്രായോപവേശം ചെയ്തിരുന്നപ്പോൾ പരമധന്യന്മാരായ അനേകം ഋഷികളുടെ മധ്യത്തിൽ വെച്ച് ശുഖബ്രഹ്മ മഹർഷി ഈ ഭാഗവതത്തെ പരീക്ഷത്തിന് ഉപദേശിച്ചു. അന്ന് അവിടെ ആ ഋഷിയുടെ അനുഗ്രഹ നിമിത്തം ഞാനും ഇരുന്നിരുന്നു. സൂതനെ ഭാഗവത കീർത്തനം ചെയ്യുന്നവനും ബ്രഹ്മതേജസ് കൊണ്ട് സർവാംഗം ജ്വലിക്കുന്നവനുമായ ആ ഋഷിയിൽ നിന്ന് ഞാനും പഠിച്ചു. ഏതുവിധം ഞാൻ പഠിച്ചിട്ടുണ്ടോ, എത്രത്തോളം അതിനെ പറയുവാൻ എനിക്ക് ബുദ്ധിശക്തി ഉണ്ടോ, അതിനെ അനുസരിച്ച് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റാണത്. അപ്പോൾ ഒരു നാട്ടിൽ ഒരു സപ്താഹം ആദ്യമായിട്ടുണ്ടാകുമ്പോൾ അത് ആരാ പറയണത്? വക്താവ്. അതിനനുസരിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. എന്താ അങ്ങനെ പറയാൻ? ആ വ്യക്തി ഈ സഭേനെ അവലോകനം ചെയ്യുമ്പോൾ ഇതിലാരും പഠിച്ചവരായിട്ട് അറിയണില്ല. അത് പറഞ്ഞാൽ എന്ത് ചെയ്യും? രാമകൃഷ്ണ ഗോവിന്ദ ഒരു 100-170 മൈൽ സ്പീഡിൽ വായിച്ച് കഥകൾ കഴിക്കും. കുറച്ച് മിഠായി എറിയും, അങ്ങനെയൊക്കെ. പിന്നെ മിഠായി എറിയാത്ത ഒരാളെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. കാരണം ആദ്യം ചെയ്ത ആൾ അതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യം വന്ന ആൾ ദൃശ്യത്തിൽ ഭ്രമിക്കുന്നവനാണെങ്കിൽ നാദസ്വരം ഇല്ലാണ്ട് പറ്റില്ല, അല്ലെങ്കിൽ കുചേലൻ കെട്ടാണ്ട് പറ്റില്ല, അത് രുക്മിണി സ്വയംവരത്തിന് കഥകളി വേഷം വേണം എന്ന് വാശി പിടിച്ചാൽ നിങ്ങളത് നടത്തും. പിന്നെ നിങ്ങൾക്ക് അത് വേണ്ടാന്ന് പറയുന്ന ആചാരനെ നിങ്ങൾക്ക് ഇഷ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു ദേശത്ത് ആദ്യം സംഭവിക്കുന്ന ഭാഗവത ആചാര്യൻ്റെ ഗുണഗണങ്ങൾക്കനുസരിച്ചിരിക്കും ആ നാടിൻ്റെ ഐശ്വര്യം. പിന്നെ എന്തോ ആവട്ടെ, നന്നായിരിക്കട്ടെ, എല്ലാവർക്കും ശ്രീകൃഷ്ണ സ്മരണ ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് കഴിഞ്ഞു 3-ാമത്തെ അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം, 45-ാമത്തെ ശ്ലോകം. കൃഷ്ണേ സ്വധാമോ ഉപഗത സ്വധാമം ഉപഗത
സ്വധാമോപഗത എന്ന വാക്ക് അങ്ങനെ വായിക്കരുത്. കൃഷ്ണേ സ്വധാമം സ്വധാമോ ഉപഗത ധർമ്മജ്ഞാനാദിഭിः സഹ കലോ നഷ്ടദൃശാമേഷ പുരാണ അർക്കോ അധുനോദിത. പുരാണ അർക്കോ, പുരാണമാകുന്ന സൂര്യൻ, പുരാണമാകുന്ന സൂര്യൻ അധുനോദിത. നമ്മുടെ മനസ്സിലങ്ങോട്ട് ഉദിക്കണം. പുരാണത്തിൻ്റെ മഹിമ നമ്മളെ മനസ്സിലുദിക്കണം. അപ്പം കൃഷ്ണേ സ്വധാമോപഗതേ ധർമ്മജ്ഞാനാദിഭിः സഹ കലോ നഷ്ടദൃശാമേഷ പുരാണ അർക്കോ അധുനോദിത. അപ്പോൾ പറഞ്ഞു ധർമ്മജ്ഞാനാദികളോടുകൂടെ, ധർമ്മം ജ്ഞാനം വൈരാഗ്യം, അതെ, ധർമ്മം ജ്ഞാനാദികളോടുകൂടെ ശ്രീകൃഷ്ണൻ സ്വസ്ഥാനത്തെ പ്രാപിച്ച സമയം, അതായത് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത സമയം, കലിയിൽ കണ്ണു കാണാതിരിക്കുന്നവർക്ക്, കലിയിൽ കണ്ണ് കാണില്ല, ഗ്ലാസ് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. തിമിര ശസ്ത്രക്രിയ ചെയ്താലും ഭാഗവതം വായിച്ചിട്ടില്ലെങ്കിൽ കണ്ണിനെങ്ങനെ സൗഭാഗ്യം ഉണ്ടാവുക? കണ്ണിൻ്റെ സൗഭാഗ്യം ഭാഗവതം പഠിക്കല. അതുകൊണ്ടാണ് പറഞ്ഞത് നഷ്ടദൃശാം, കണ്ണു കാണാതിരിക്കുന്നവർക്ക് ഇപ്പോൾ ഈ പുരാണ സൂര്യൻ ഉദിച്ചു എന്നാ. പുരാണ സൂര്യൻ, പുരാണമാകുന്ന സൂര്യൻ ഉദിച്ചു. അതിനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ വെള്ളം ഒഴിച്ച് കെടുത്തുകയാണെങ്കിൽ ഞാൻ നിരീച്ച ഒരു നിവൃത്തിയില്ല. പറഞ്ഞല്ലേ അതിൻ്റെ ഭാവാർത്ഥം. ശ്രീകൃഷ്ണ ഭഗവാൻ സ്വസ്ഥാനത്തെ പ്രാപിച്ചപ്പോൾ ധർമ്മജ്ഞാനാദി കല്യാണ ഗുണങ്ങളും, ഭഗവാൻ തിരോധാനം ചെയ്തതോടുകൂടി ഭൂമിയിൽ ധർമ്മം ജ്ഞാനം നഷ്ടം വന്നു എന്നാണ്. കല്യാണ ഗുണങ്ങളും ഈ ലോകത്തെ വെടിഞ്ഞു. കലിയിൽ ജനങ്ങൾ അന്ധന്മാരെ പോലെ ധർമ്മജ്ഞാനരൂപം അറിവില്ലാതെ ഉഴലും. എനിക്ക് സമാധാനമായി. കാരണം എന്താ സമാധാനം? ഞാൻ കൂടുതൽ ഹൈപ്പറായിട്ട് യാതൊരു കാര്യമില്ല എന്നർത്ഥം. അന്ധന്മാരെ പോലെ, അന്ധന്മാരാണോ? അല്ല, അന്ധന്മാരെ പോലെ ധർമ്മജ്ഞാനരൂപം അറിവില്ലാതെ ഉഴലും. അപ്പോൾ അവർക്കും വെളിച്ചം കാട്ടിക്കൊടുക്കുന്ന ഈ ഭാഗവത പുരാണ സൂര്യൻ, ഈ വാക്കുകളൊക്കെ വേദവ്യാസർക്ക് എവിടുന്ന് തോന്നിയത് എനിക്കറിയാത്തത്. ഈ ഭാഗവത പുരാണ സൂര്യൻ ഉദിച്ചിരുന്നു. ലോകത്തിൽ എങ്ങും വ്യാപിച്ച് പദാർത്ഥങ്ങളെ മറയ്ക്കുന്ന ഇരുട്ടെന്ന പോലെ, അതിനാണ് മായ എന്ന് പറയാം, ജനങ്ങളുടെ ഹൃദയത്തിൽ നിറയുന്ന കാമാതിവൃത്തികളാകുന്ന ഇരുട്ടിനെ അകറ്റി. ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ വായിച്ചു പോയിട്ട് എന്താ കാര്യം? എന്താ പറഞ്ഞത്? ഹൃദയത്തിൽ നിറയുന്ന കാമാതിവൃത്തികളാകുന്ന ഇരുട്ടിനെ അകറ്റി, അല്ലേ? ഭഗവത് സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുവാൻ സമർത്ഥമായതുകൊണ്ട് അവരവരുടെ ഹൃദയപത്മത്തിലുള്ള ഭഗവാനെ കാട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ആചാര്യധർമ്മം. അല്ലാണ്ട് കുറച്ചും കൂടി ഉയരത്തിൽ ഫോട്ടോ വയ്ക്കൂ, ദൂരമുള്ളവർക്ക് കാണട്ടെ എന്ന് പറയുന്ന ആളല്ല ഞാൻ എപ്പോഴും പറയണ്ട. ഈ ഗോവിന്ദ പട്ടാഭിഷേകമൊക്കെ സ്റ്റേജിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എത്തി വലിഞ്ഞ് അവിടേക്ക് നോക്കിയിട്ട് കാര്യമില്ല. അവരവരുടെ ഹൃദയപത്മത്തിലേക്ക് അകക്കണ്ണു കൊണ്ടൊന്ന് നോക്കിയാൽ മതി. എൻ്റെ ഉള്ളിൽ ബാലാഗ്രശതഭാഗസ്യ വിസ്തരസേകോ ജീവനായിട്ട് ശംഖചക്രകഥാപാണിയായിരിക്കുന്ന മഹാവിഷ്ണു ഇരിക്കുന്നുണ്ടെന്നും, സ്റ്റേജിൽ അവിടെ കാമധേനു ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ആ കാമധേനു എൻ്റെ ഉള്ളിലുള്ള മഹാത്മാവായിരിക്കുന്ന ചതുർബാഹുവായിരിക്കുന്ന മഹാവിഷ്ണുവിന് അഭിഷേകം ചെയ്യണു. എൻ്റെ കണ്ണുകളതാ നനയണു. എന്താ വേണ്ടത്? നമസ്കരിക്കാം. മനസ്സുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ പ്രീതിപ്പെടുത്തണം. അത് നോക്കൂ, പുറത്ത് കാണുന്നതൊക്കെ എന്താ? നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളല്ലേ. വിചാരങ്ങളുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വികാരങ്ങൾ? വിചാരങ്ങളെ കൊണ്ട് വികാരങ്ങളെ തളർത്തണം. അപ്പോൾ ഇരുട്ടിനെ അകറ്റി ഭഗവത് സ്വരൂപത്തെ കാട്ടിക്കൊടുക്കുവാൻ സമർത്ഥമായതുകൊണ്ട് ഭാഗവത പുരാണം ഉദിച്ചു പൊങ്ങുന്ന സൂര്യന് തുല്യമാണെന്ന് സാരം.
അപ്പോൾ നാളെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇത് സംസാരിക്കുന്ന ദിവസം 2024 ആഗസ്റ്റ് 25-ാം തീയതി 26-ാം തീയതി നമ്മൾ അഷ്ടമിരോഹിണി പിന്നെ ആഘോഷിക്കുകയാണ്. എന്താ അഷ്ടമിരോഹിണി? ഭഗവാന്റെ ജനനം. നമ്മുടെ കുട്ടികളെ ചായം തേച്ച് കാളവണ്ടിയിൽ ഇരുത്തി യാത്ര ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഉദിക്കുമോ? ഇല്ല. ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനസ്വരൂപനാണെങ്കിൽ നമുക്ക് സ്വയം അറിവില്ലെങ്കിൽ നമുക്കെങ്ങനെ ജ്ഞാനസ്വരൂപനെ അറിയാം? ഉദയസൂര്യൻ നേരം വെളിച്ചായ കിഴക്ക് ഉദിക്കും. നമ്മുടെ മനസ്സിൽ ഭാഗവതമാകുന്ന ഉദയസൂര്യൻ ഉദിച്ചിട്ടില്ലെങ്കിൽ, ഇതിപ്പോൾ ഒരാളുടെ ആവശ്യമില്ലല്ലോ. ഏത് ഈ തുളസീതളം എത്ര ആൾ കേൾക്കേണ്ടത് എനിക്കറിയില്ല. 3 ആൾ ഞാൻ അറിയണുണ്ട് അല്ലേ. വളരെ സങ്കടമുണ്ട്. എന്താ ഈ ഒരു സംരംഭം ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലും ആ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ ഒരു ബാധ്യത ഉണ്ട്. ഹായ് എന്ന് പറയാം അല്ലേ? ആലോചിച്ച് നോക്കൂ, എത്ര ആൾ കണഞ്ഞ് ഇത് കേൾക്കുന്നുണ്ട്. സമയമായില്ല പോലും, ഞാൻ അതിൽ സമാധാനിക്കും. സമയമായില്ല പോലും. അപ്പോൾ ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞാൻ നിർത്തുകയാണ് ഇന്നത്തെ പാരായണം പ്രഭാഷണം. എന്താ? കാമക്രോധമത മത്സര ലോഭ ഭയാദികളാകുന്ന ഇരുട്ടിനെ അകറ്റാൻ നാരായണ എന്ന 4 അക്ഷരമുള്ള വാക്കിൻ്റെ പ്രസക്തി ഓരോ പദത്തിലും ഓരോ ശ്ലോകത്തിലും ഓരോ അധ്യായത്തിലും നിറച്ചുകൊണ്ട് പറയുന്ന ഈ ഭാഗവത സുധ, ഭാഗവതമാകുന്ന അമൃത് നിങ്ങൾ ഓരോരുത്തരുടെയും മനോകാമനകളെ പൂർത്തീകരിക്കാൻ ഉതകുന്ന തരത്തിൽ നിങ്ങളെ ജാഗരൂകരാക്കി പ്രവർത്തിപ്പിച്ച് ദേവന്മാരും അസുരന്മാരും എങ്ങനെയാണ് വാസുകീനെ ഉപയോഗിച്ച് മന്ഥരപർവ്വതത്തെ കടകോലാക്കി ഏതൊരു സമുദ്രമഥനം ചെയ്തുവോ ആ സമുദ്രത്തിൽ നിന്ന് ഉൽപ്പന്നമായ സുധ, അമൃത്, അത് ഭാഗവതത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെന്നും ആത്മസൂര്യനായി വർത്തിക്കുന്ന ചൈതന്യം നിങ്ങളെ ബോധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നാളെ അഷ്ടമിരോഹിണി ദിവസം 1-ാം സ്കന്ധത്തിൽ 4-ാമത്തെ അധ്യായം തുടങ്ങും. നമസ്കാരം.